ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കിത് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിന് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കൊള്ളുന്ന ആ ഒരു വലുപ്പത്തിലുള്ള അടപ്പ് വെച്ചിട്ട് നമുക്കൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ കുരുമുളക് പൊടി ആയാലും മതി കേട്ടോ, അല്ലെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ആ തൊലിഭാഗം മാത്രമാണ് കേട്ടോ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് കുഴിയുള്ള ഒരു ചട്ടി എടുത്താൽ മതി. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ റിങ്ങായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു 2 പീസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, തികച്ചും ഓപ്ഷനിലാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചീസ് ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ നമ്മൾ പിസയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ബ്രെഡ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ ഇനി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്